കാലത്ത് ഒരു പെൺകുട്ടിക്ക് ഒരു ആൺ സുഹൃത്തുണ്ടാവുന്നത് ഒരു വലിയ തെറ്റൊന്നല്ല. പക്ഷേ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുമ്പോഴും അവരെ വിശ്വസിക്കുമ്പോഴും നല്ല കരുതൽ വേണം നമുക്ക്. ഇങ്ങനൊരു ചോദ്യം അച്ഛനിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചതാ. പക്ഷെ ഇത്ര പെട്ടെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാനൊരു ഫ്രണ്ടിന്റെ കൂടെ ഇവിടെ ബൈക്കിൽ വന്ന് ഇറങ്ങിയതിനെ കുറിച്ചല്ലേ അച്ഛൻ ചോദിച്ചത്? അതെ. അതിനുശേഷം നിന്നെ വിളിച്ചോണ്ട് പോവാനും അവൻ വന്നിരുന്നു ഭാനുമ്മ പറഞ്ഞു. അതെ, വന്നായിരുന്നു. ആകാശ് മേനൻ എന്റെ സീനിയറാ. ആദ്യം ഞാൻ പുള്ളിയുടെ ബൈക്കിൽ കയറിയതേ വാലന്റൈൻസ് ഡേക്ക് ഗോകുലൻ എന്നെ കാണാൻ വന്നപ്പോഴാ. അതിനുശേഷം ഗോകുലിന് വേണ്ടി സംസാരിക്കാൻ അച്ഛൻ സച്ചി സാറിന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി വന്നത്. അപ്പൊ എനിക്കൊരു ഡൗട്ട്, എല്ലാരും കൂടി വീണ്ടും എന്നെയും ഗോകുലേട്ടനെയും കൂട്ടിക്കെട്ടാൻ നോക്കുവാണോന്ന്. അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ എനിക്ക് വേറെ കണക്ഷൻ ഉണ്ടെന്ന് കരുതിക്കോട്ടെ എന്ന് വെച്ച് തന്നെയാ ഞാൻ ആകാശ് മേനോന്റെ കൂടെ ഇവിടേക്ക് വന്നത്. അച്ഛനെ കുറിച്ച് മോള് ഇങ്ങനെയൊക്കെയാണോ കരുതിയിരിക്കുന്നത്? നിന്നോട് ചോദിക്കാതെ, നിന്റെ സമ്മതമില്ലാതെ നിനക്ക് വേണ്ടി അച്ഛൻ ഇനിയൊരു ബന്ധം ആലോചിക്കുന്ന മോൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെയല്ല അച്ഛാ. അച്ഛനെപ്പോഴും എന്നെ ഒരു സുരക്ഷിതമായ സ്ഥലത്ത് എത്തിക്കാനല്ലേ ശ്രമിക്കൂ. അങ്ങനെ എങ്ങാനും ചിന്തിച്ച് ചിലപ്പോ. ഇല്ല മോളെ, നിന്റെ സമ്മതമില്ലാതെ അച്ഛൻ ഇനി അങ്ങനെ ഒന്നും ആലോചിക്കില്ല. പ്രത്യേകിച്ചും നീ തന്നെ ഒരിക്കൽ വേണ്ടാന്ന് വെച്ച ഗൂഗിളിന്റെ കാര്യം. ചിലപ്പോ അവരിപ്പോഴും അത് ആഗ്രഹിക്കുന്നുണ്ടാവും. എന്നാലും നമുക്ക് ഇനി അത് വേണ്ട മോളെ. മോൾ അതിന്റെ പേരിൽ ഇനി മറ്റു വേണ്ടാത്ത ഫ്രണ്ട്ഷിപ്പ് ഒന്നും വയ്ക്കാതിരുന്നാ മതി. ഇല്ല. ഒരു തവണ ബൈക്കിൽ കയറിയ ഒരു മട്ടൻ ബിരിയാണിയാ ആകാശ് മേനോന്റെ ഡിമാൻഡ്. 3 മട്ടൻ ബിരിയാണിയുടെ കാശ് കൊടുത്താ ആ ഫ്രണ്ട്ഷിപ്പ് അതോടെ തീർന്നു. ഞാനിപ്പോ പഠിത്തത്തിൽ മാത്രം അച്ഛൻ ശ്രദ്ധിക്കുന്നത്. എന്റെ കോഴ്സ് കംപ്ലീറ്റ് ആവുന്നതോടെ മിക്കവാറും എനിക്ക് ഏതെങ്കിലും ഒരു നല്ല കമ്പനിയില് ക്യാമ്പസ് സെലക്ഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. സ്വന്തമായൊരു ജോലി നേടി സ്വന്തം കാലിൽ നിൽക്കുക. എന്നിട്ട് എന്റെ അച്ഛന് സപ്പോർട്ടായിട്ട് അച്ഛന് വേണ്ടി ജീവിക്കുക. അത് മാത്രമാ ഇനി മഞ്ചാടിയുടെ ലക്ഷ്യം. എന്താടാ വാവേ? എന്താ ശബരി വരുമെന്ന് പറഞ്ഞോണ്ടാവും നീ ഒരുങ്ങി വന്നല്ലേ? അതെ. വന്നിട്ട് അധികം ചർച്ചയ്ക്കൊന്നും നിക്കണ്ടല്ലോ, വേഗം ഹോസ്പിറ്റലിലോട്ട് പോവാ. അവൻ വീട്ടില് സംസാരിച്ച് തീരുമാനം എടുത്തിട്ടല്ലേ വരുന്നേ. അതിലിനി മാറ്റമൊന്നും ഉണ്ടാവില്ല. പിന്നെ നിന്റെ മനസ്സ് മാറിയോന്നേ അവൻ നോക്കൂ. അങ്ങനൊരു ചോദ്യത്തിന് പോലും ഇട കൊടുക്കാതിരിക്കുന്നതാ നല്ലത്. ഞാൻ ഹോസ്പിറ്റലിൽ പോവാൻ റെഡിയായിട്ട് നിൽക്കുകയാണെന്ന് അറിഞ്ഞ തീരുമാനത്തിന് മാറ്റവും ഇല്ലാന്നല്ലേ അതിനർത്ഥം. നിന്റെ മനക്കെട്ടി സമ്മതിച്ചേ പറ്റൂ. കരയല്ലേ മക്കളെ. ചിരു ചേച്ചി, ഇനി ഇവരെ ലച്ചുമോടെ അടുത്തേക്ക് വരണ്ട കേട്ടോ. അവൾക്ക് പനിയാ. അയ്യോ, പനിയോ? കഷ്ടായി പോയല്ലോ. രാത്രി ലച്ചമ്മൾക്ക് നല്ല ചുമയുണ്ടായിരുന്നു. ഇവർക്ക് കൂടി അത് പകർന്നാലേ വലിയ ബുദ്ധിമുട്ടാ. മക്കൾ ഇവിടെ നിന്ന് കളിച്ചോട്ടോ. എന്നിട്ട് ലച്ചുമോളെ എവിടെ ചേച്ചി? അവളെ അച്ഛനായിട്ട് അവിടെ നിന്ന് കഫ് സിറപ്പ് കുടിക്കുക. നോക്കിയേ. ഇനി അച്ഛന്റെ മോള് മരുന്ന് കഴിച്ചേ കുടിക്കേ. ലച്ചുട്ടി, അസുഖം മാറണ്ടേ? ദേ മോളെ കുടിച്ചേ. ലച്ചു, ദേ അച്ഛൻ പറഞ്ഞു കേട്ടെ. ദേ മരുന്ന് കഴിച്ചില്ലെങ്കിൽ ഹോസ്പിറ്റലിൽ പോയി സൂചി വെക്കേണ്ടി വരെ. നല്ല മോളല്ലേ?
നിന്റെ പാവക്കുട്ടീനെ കുടിപ്പിക്കുന്നവൻ്റെ ആ പാവക്കുട്ടി കുടിച്ചു കണ്ട ഇനി മോള് കുടിക്കേ മോൾക്ക് നല്ല പനിയുണ്ടോ രഘുവേട്ടാ? അയ്യോ നല്ല ചൂടുണ്ട്.